أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت من اتخذ إلهه هواه أفأنت تكون عليه وكيلا صدق الله العظيم سورة الفرقان 43 أرأيت നബിയെ താങ്കൾ കണ്ടുപോ മൻ ഇത്തഖദ സ്വീകരിച്ചവനെ ഇലാഹു അവൻ്റെ ഇലാഹായിട്ട് ഹവാഹു അവൻ്റെ ദേഹേച്ഛയെ അഫ അന്ത തകൂനു എന്നാൽ താങ്കൾക്കാകുമോ അലൈഹി അവൻ്റെ കാര്യത്തിൽ വക്കീലാകാൻ അഫ അന്ത എന്നിട്ട് താങ്കളാണോ തകൂനു അലൈഹി അവൻ്റെ മേൽ ആകുന്നത് അല്ലെങ്കിൽ ആകാൻ വക്കീല് താങ്കൾക്ക് അവൻ്റെ മേൽ വക്കാലത്ത് ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ഇതുവരെ പറഞ്ഞ ആളുകളെക്കുറിച്ച് തന്നെയാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ബോധ്യം വന്നിട്ടും അഹങ്കാരത്തിൻ്റെ പേരിൽ അംഗീകരിക്കാതിരിക്കുകയും എന്നിട്ട് ആളുകളെ അകറ്റാൻ വേണ്ടി പരിഹാസ്യനാക്കി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അവരുടെ ദൈവങ്ങളിൽ നിന്ന് തെറ്റിക്കുമോ എന്നൊക്കെ ജാഗ്രതപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നവരെ പറ്റിയാണല്ലോ മുകളിൽ പറഞ്ഞത്. അവരെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ അവൻ്റെ പരിഹാസമാണ് ഈ ആയത്ത്. റഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, അവരെന്താണ് ചെയ്തിരിക്കുന്നത്? ദേഹേച്ഛ ഇലാഹാക്കുകയാണ്. എന്താണ് ദേഹേച്ഛ ഇലാഹാക്കുക? ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ജാഹിലിയ കാലത്ത് അറബികൾ ഒരു കല്ലിനെ ആരാധിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് കുറെ കാലം അതുമായിട്ട് നടന്നിട്ട് അതിനേക്കാളും നല്ല മറ്റൊന്ന് കണ്ടാൽ പിന്നെ കണ്ടതിനെ ആരാധിക്കുകയും ആദ്യത്തേത് വലിച്ചെറിയുകയും ചെയ്യും. ഒരു ദൈവത്തിനെ കിട്ടിയാൽ ആദ്യത്തെ ദൈവത്തെ കളയും. ഇങ്ങനെ ദേഹേച്ഛക്കനുസരിച്ച് ദൈവങ്ങളെ സ്വീകരിക്കുന്നവനെ കണ്ടുവോ എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥമായി പറയപ്പെട്ട ഒരു കാര്യം. മറ്റൊന്നുണ്ട്, അത് ഇമാം ഇബ്നു കസീർ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിവരിച്ചിട്ടുള്ളതാണ്. ഒരാൾക്ക് ഒരു കാര്യം നല്ലതാണെന്ന് തോന്നിയാൽ അവൻ ചെയ്യും. അവൻ്റെ ദേഹേച്ഛക്ക് അവൻ്റെ സ്വാർത്ഥതക്ക് നല്ലതായി തോന്നുന്നതൊക്കെ അവൻ ചെയ്യും. അതായിരിക്കും അവൻ്റെ ദീനും അവൻ്റെ ആശയവുമൊക്കെ. സൂറത്ത് ഫാത്തിറിൽ അള്ളാഹു തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അഫമൻ സുയ്യിന ലഹു സൂ അമലിഹി ഫറആഹു ഹസന, ഒരുത്തൻ്റെ ചീത്ത പ്രവൃത്തി അവന് മനോഹരമാക്കപ്പെട്ടാൽ അവൻ അതിനെ നന്മയായിട്ട് പരിഗണിക്കും എന്ന് സൂറത്ത് ഫാത്തിറിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് ദേഹേച്ഛ ഇലാഹാക്കുക. ഒന്നുകിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും, എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമെന്ന് വെക്കുക. അല്ലെങ്കിൽ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ തീരുമാനിക്കും ആരെ ആരാധിക്കണമെന്ന്. രണ്ടായാലും ഇവിടെ പരിഗണിക്കപ്പെടുന്നത് ദേഹേച്ഛയാണ്. ഹദീസിൽ ഹവൻ മുത്തബ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. സലാസുൻ മുഹ്ലിക്കാത്തുൻ, 3 നാശമുണ്ടാക്കുന്നവയാണ്. ഫഅമ്മൽ മുഹ്ലിക്കാത്തു ഫശുഹുൻ മുതാഉൻ വഹവൻ മുത്തബഉൻ വഇഅജാബുൽ മർഇ ബിനഫ്സിഹി. നാശമുണ്ടാക്കുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, അനുസരിക്കപ്പെടുന്ന പിശുക്ക്, വിട്ടുകൊടുക്കാതിരിക്കുക. അതുപോലെ പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. പിന്നെ ഒരാൾക്ക് സ്വന്തം ഞാൻ വലിയ സംഭവമാണെന്ന് തോന്നൽ. ഇങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും. ഇവിടെ ആ ദേഹേച്ഛയ്ക്ക് വഴങ്ങുക, പിൻപറ്റുക എന്ന് മാത്രമല്ല, അതിനെ ദൈവമായി സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്. പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് പോലെ 3 തരം ഇലാഹാക്കലാണ് അള്ളാഹുവിനെ കൂടാതെ ഉള്ളത്. ഒന്ന്, വിഗ്രഹങ്ങളെ ഇലാഹാക്കുക, ആരാധിക്കുക.
ഫിറൗനെ ഇലാഹാക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിറൗൻ തന്നെ ഞാൻ ഇലാഹാണെന്ന് അവകാശപ്പെട്ടത്, അതനുസരിക്കലാണ്. എന്നാൽ ഇത് ദേഹേച്ഛയ്ക്ക് വഴങ്ങലാണ്, അല്ലെങ്കിൽ ദേഹേച്ഛയുടെ അടിമയാകലാണ്. അത് ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ അതിനെതിരെ താക്കീത് ചെയ്യുന്നത് കാണാൻ കഴിയും. ഉദാഹരണമായി ദാവൂദ് അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു സൂറത്തു സാദിൽ, യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫത്തൻ ഫിൽ അർളി ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവ. ദാവൂദേ, നാം നിന്നെ ജനങ്ങളിൽ പ്രതിനിധിയാക്കിയിരിക്കുന്നു, അഥവാ ഭരണാധികാരിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് സത്യം കൊണ്ട് ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുക, ദേഹേച്ഛയെ പിൻപറ്റരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും, വമാ യൻതിഖു അനിൽ ഹവ, ദേഹേച്ഛയുടെ പേരിൽ അദ്ദേഹം ഒന്നും പറയുന്നില്ല എന്ന്. അതുപോലെ ദേഹേച്ഛയെ വിലക്കിയവൻ വിജയിച്ചു. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും നഫ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തടയുകയും ചെയ്തവൻ, ഫൈനൽ ജന്നത്ത ഹിയൽ മഅ്വ, അവനുള്ളതാണ് സ്വർഗം എന്ന് പറയുന്നുണ്ട്. അതുപോലെ വലാ തത്തബി അഹ്വാ അന്നാസി, ജനങ്ങളുടെ ദേഹേച്ഛയെ പിൻപറ്റരുത്. ജനങ്ങളുടെ ദേഹേച്ഛ എന്ന് ഖുർആൻ പറയുന്ന സംഗതിയാണ് ഇപ്പം നമ്മൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത്. അഥവാ ജനങ്ങൾക്ക് താല്പര്യം എന്താണോ അത് ശരി, ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തത് എന്താണോ അത് തെറ്റ്. ഇതാണ് അത് ചിലപ്പോൾ വ്യവസ്ഥിതിയായിട്ട് മാറും, ചിലപ്പം മതമായിട്ട് മാറും. ഇനിത്തബഅത അഹ്വാഅഹും, താങ്കളെങ്ങാനും അവരുടെ ദേഹേച്ഛയെ പിൻപറ്റിയാൽ എന്ന് പറയുന്നത് ജൂതന്മാരുടെ മതത്തെ പിൻപറ്റിയാൽ എന്ന ഉദ്ദേശത്തിലാണ്. ഇങ്ങനെ ഒരുപാട് തവണ പരിശുദ്ധ ഖുർആൻ അത് പ്രയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഹക്ക് മനുഷ്യരുടെ ദേഹേച്ഛയാണ് പിൻപറ്റുന്നതെങ്കിൽ ആ പ്രപഞ്ചം തന്നെ ഫസാദാകുന്നു പറയുന്നുണ്ട് അല്ലാഹു തആല. വലവിത്തബഅൽ ഹഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർളു വമൻ ഫീഹിന്ന. ഹക്ക് അവരുടെ ദേഹേച്ഛയെ പിൻപറ്റിയിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് സത്യം എന്ന് വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ പ്രപഞ്ചം തന്നെ ഫസാദാകുമായിരുന്നു അതിലുള്ളവരും എന്ന്. അതുപോലെ ദേഹേച്ഛയെ, അള്ളാഹുവിനെ കൂടാതെ ദേഹേച്ഛയെ പിൻപറ്റിയവൻ അവൻ ഏറ്റവും വഴിതെറ്റിയവനാണെന്ന് പറയുന്നത് കാണാൻ കഴിയും. അമൻ അളല്ലു മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അത്തരം ആളുകളെ, ദേഹേച്ഛക്കനുസരിച്ച് വിധി കൽപ്പിക്കുന്ന ആളുകളെ അനുസരിക്കരുത് എന്ന് പറയുന്നുണ്ട്. വലാ തുതിഉമൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത്ത. അതുപോലെ അവരുടെ ദേഹേച്ഛയെ പിൻപറ്റരുത്. വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ്. അല്ലാഹു തആല സത്യമിറക്കി തന്ന വിഷയത്തിലൊന്നും ആളുകളുടെ ദേഹേച്ഛയെ പിൻപറ്റരുത്. ഇങ്ങനെ ഒരുപാട് തവണ പരിശുദ്ധ ഖുർആനിൽ ഇത് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താക്കീത് ചെയ്യുന്ന സ്വരത്തിൽ, വലൈനിത്തബഅത അഹ്വാഅഹും ബഅദ മാ ജാഅക മിനൽ ഇൽമി മാ ലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ വാഖ്. താങ്കൾക്ക് ജ്ഞാനം വന്നു കിട്ടിയ വിഷയത്തിൽ അവരുടെ ദേഹേച്ഛകൾക്ക് വഴങ്ങിക്കൊടുത്താൽ പിന്നെ അള്ളാഹുവിൽ നിന്ന് താങ്കൾക്ക് യാതൊരു രക്ഷകനും സംരക്ഷകനും കാവലും ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം സ്ഥലത്ത് അല്ലാഹു തആല താക്കീത് ചെയ്ത ഒരു സംഗതിയാണ് ദേഹേച്ഛയെ പിൻപറ്റുക എന്ന് പറയുന്നത്. ഇവിടെ അതിലെ ഏറ്റവും ഗൗരവമുള്ള പ്രയോഗമാണ് ഇത്തഖദ ഇലാഹു ഹവാഹു എന്ന്. പിൻപറ്റുക മാത്രമല്ല, ആ ദേഹേച്ഛയെ ദൈവമായി സ്വീകരിച്ചിരിക്കുന്നു. അഥവാ എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും. നിരീശ്വരവാദം അല്ലെങ്കിൽ മതരാഹിത്യം എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന ഈ ആശയത്തെയാണ് ഈ ആയത്ത് യഥാർത്ഥത്തിൽ വ്യക്തമാക്കുന്നത്. അഥവാ മനുഷ്യർ, വ്യക്തിയായാലും സമൂഹമായാലും, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ ഞങ്ങൾ ജീവിക്കും, ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ശരി, ഞങ്ങൾക്ക് തെറ്റെന്ന് തോന്നുന്നത് തെറ്റ്. ഇത് അവർ നിരീശ്വരവാദി എന്നൊക്കെയാണ് ചിലപ്പോൾ പറയുക. അല്ല, അവർക്കൊരു ദൈവമുണ്ട്, അത് അവർ തന്നെയാണ്, അവരുടെ താല്പര്യങ്ങളാണ് എന്നർത്ഥം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായി വന്നിട്ടുള്ള ഈ പ്രമാണിമാർ യഥാർത്ഥത്തിൽ അവരെ നയിക്കുന്നത് അവരുടെ പരമ്പരാഗത വിശ്വാസമോ ആചാരമോ പാരമ്പര്യമോ അല്ലെങ്കിൽ അങ്ങനെ അവർ വില കൽപ്പിക്കുന്ന മൂല്യങ്ങളോ അതൊന്നുമല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയാണ്
അവർ ദൈവങ്ങളാക്കി വെച്ചിട്ടുള്ളത്. അതിൻ്റെ അടിമകളാണ് അവർ. അതിനുവേണ്ടി അവരെന്തും ചെയ്യും, എന്തും തിരസ്കരിക്കും, എന്തും അംഗീകരിക്കും അവർ. കാരണം അവർക്ക് വലുത് അവരുടെ താല്പര്യങ്ങളാണ് എന്നാണ് ഈ പറഞ്ഞത്. അഫഅന്ത തകൂനു അലൈഹി വക്കീല, താങ്കൾക്കാകുമോ അവൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കാൻ എന്ന് പറയുന്നത് ഒരു നിഷേധാർത്ഥത്തിലാണ്. ആകുമോ എന്ന് അന്വേഷിക്കാനല്ല. എത്ര നന്നാക്കിയാലും നന്നാകില്ല എന്നർത്ഥം. അതുകൊണ്ട് അവനെ നന്നാക്കി, അവനെ ബോധ്യപ്പെടുത്തി, അവനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന കാര്യം ഏറ്റെടുക്കാൻ താങ്കൾക്കാകുമോ എന്ന് ചോദിക്കുന്നത് അതിനാണ്. ആകുകയില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എത്ര വിചാരിച്ചാലും അത് നടക്കൂല. കാരണം സത്യാന്വേഷിയായ ഒരാൾക്ക് അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി സത്യം ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഉടനെ അത് അംഗീകരിക്കും. അതേസമയത്ത് എൻ്റെ താല്പര്യത്തിനും എൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വിരുദ്ധമായ ഒന്നും ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ച അയാൾക്ക് സത്യം എത്ര വലുതാക്കി കാണിച്ചു കൊടുത്താലും ബോധ്യപ്പെടുത്തിയാലും അംഗീകരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അവരെക്കുറിച്ച് തന്നെയാണ് അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.